Good morning. We have completed a large chapter in the animal kingdom. Animal kingdom എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. In that chapter, we discussed the important features of the animals. അതിൽ നമ്മൾ ആനിമൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻലി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. Then we are moving into the next chapter, that is structural organization in animals. So the third chapter in zoology, the structural organization. In animals. So now we are discussing about the internal structure of animals. Structural organization, that means the structure of their body is discussed here. In that structure, we can observe the internal structure known as anatomy. Then the structure of tissues present in different organs, the histology. Thus, in the first part of this chapter, we will discuss about the important tissues present in animals. And in the second part, we will discuss the organ systems present in animal based on an example, the cockroach. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് സെക്ഷനാണുള്ളത്. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ആനിമൽസിലെ ഇമ്പോർട്ടൻ്റ് ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കും. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ കോക്രോച്ച് ഒരു എക്സാമ്പിളാക്കി എടുത്തുകൊണ്ട് അതിലെ ഓർഗൻ സിസ്റ്റം നമ്മൾ പഠിക്കും. ഇങ്ങനെ രണ്ട് പാർട്ടാണ് ഈ ചാപ്റ്ററിൽ. You know, in unicellular organism like protista, like bacteria, all the functions of that animal is done by the same cell. ഒരു ഏകകോശ ജീവിയിൽ ആ ജീവിയുടെ എല്ലാ ഫങ്ഷൻസും നടത്തുന്നത് സെയിം സെല്ലാണ്, അല്ലേ? ഒരു ഏകകോശ ജീവിക്കും ഒരുപാട് ഫങ്ഷൻസ് നടത്താറുണ്ട്. അതിന് ഡൈജഷൻ നടത്തണം, ഡൈജസ്റ്റ് ചെയ്തത് അബ്സോർബ് ചെയ്യണം, ആഗിരണം ചെയ്യണം, അതിൻ്റെ ഓക്സിഡേഷൻ നടത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, ആ എനർജി ഉപയോഗിച്ചിട്ട് അതിന് മൂവ്മെൻറ്റ് നടത്തണം, അങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റുകളെ റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ആ സെല്ല് തന്നെ നടത്തും. ബട്ട് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അസ്, the different functions are doing by different tissues and organs or maybe organ systems. പക്ഷേ മൾട്ടി സെല്ലുലാർ ആനിമൽസിൽ, ബഹുകോശ ജീവികളിൽ
ഓരോ ഫങ്ഷൻ നടത്തുന്നതിന് വേണ്ടി ബോഡിയുടെ ഓരോ പാർട്ടുകൾ വീതം വെച്ചിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ ടിഷ്യൂ ആവാം, ചിലപ്പോൾ ഓർഗൻ ആവാം, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റവും ആവാം. ഇങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ആനിമൽസിലെ ഫങ്ഷൻസ് നടക്കുക. Thus, in multicellular animals, for doing particular functions, some similar cells are grouped together along with their intracellular substance and are called tissues. Thus, in multicellular animals, the different functions are done by different groups of cells known as tissues. A tissue consists of similar cells, and these cells are held together by intercellular substances, and that intercellular substances are called matrix. Thus, a tissue consists of more or less similar cells, and these cells are held together by a cementing substance called matrix. ഒരു ടിഷ്യൂവിലെ സെല്ലുകളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന മെറ്റീരിയലിനാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഏറെക്കുറെ ഒരേപോലെയുള്ള സെല്ലുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഫങ്ഷൻ നടത്തുക. അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ അവരെ ഒരുമിച്ച് നിർത്തണം. അതിനു വേണ്ടിയിട്ട് സെല്ലുകൾക്കിടയിലുള്ള സബ്സ്റ്റൻസും അതിലുണ്ടാവും. അതും കൂടെ ചേർന്നിട്ടുള്ള ആ ഗ്രൂപ്പിനാണ് ടിഷ്യൂ എന്ന് പറയുക. In our body there are many tissues, but all these tissues are grouped into 4. നമ്മുടെ ബോഡിയിൽ വ്യത്യസ്തമായ ടിഷ്യൂ ഉണ്ട്. പക്ഷേ ഈ വ്യത്യസ്തമായ ടിഷ്യൂ എല്ലാം കൂടെ നമുക്ക് 4 ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കാൻ പറ്റും. The first group is epithelial tissue. ഏതാ ഒന്നാമത്തത്? എപ്പിത്തീലിയൽ ടിഷ്യൂ. ടിഷ്യൂകളെ കുറിച്ച് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കലകൾ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് മനസ്സിലാവും. Epithelial tissue is simply called epithelium. എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എപ്പിത്തീലിയം എന്നും പറയും. അതാണ് കോമൺ ആയിട്ട് പറയും, എപ്പിത്തീലിയം. These are the tissue for covering the body surface, covering the surface of internal organs and lining the internal cavities. നമ്മുടെ ബോഡിയുടെ പുറം ഭാഗത്തെ കവർ ചെയ്യുകയും ബോഡിയിലെ ഉള്ളിലെ ഓർഗൻസിൻ്റെ പുറം ഭാഗം കവർ ചെയ്യുകയും അതുപോലെ ബോഡിൻ്റെ ഉള്ളിലുള്ള സ്പേസുകൾ, ട്യൂബുകൾ, ഡക്റ്റുകൾ അവയൊക്കെ ലൈനിങ് ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂവിനാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയും. കവറിങ് ആൻഡ് ലൈനിങ് ടിഷ്യൂ ഈസ് ദി എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പം എന്താ ചെയ്യണതവ? ബോഡിയെ ആവരണം ചെയ്യാം. അതുകൊണ്ട് എന്താ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? യെസ്, ആവരണ കല. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. In the epithelial tissue, the cells are compactly packed. എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ സെല്ലുകൾ വളരെ അടുത്തടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനങ്ങനെ, അതാണ് അതിൻ്റെ ഫങ്ഷൻ അല്ലേ? അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അവിടെ കവറിങ്ങും ലൈനിങ്ങും ആണ്.
അതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുഷിരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കോമ്പാക്റ്റ്ലി പാക്ക്ഡ്. സോ ബിറ്റ്വീൻ ദി സെൽസ് ദർ ഈസ് നോ മാട്രിക്സ്. അതുകൊണ്ട് സെൽസിന്റെ ഇടയിലൊന്നും പിന്നെ സിമെന്റിങ് സബ്സ്റ്റൻസ് മാട്രിക്സിനുള്ള സ്പേസ് ഇല്ല. ഒരു മാട്രിക്സ് ഇല്ല. പിന്നെ എങ്ങനെയായി സെല്ലുകൾ തമ്മിൽ ഒട്ടി നിൽക്കുന്നത്? ബൈ അനദർ മെത്തേഡ് നോൺ ആസ് സെൽ ജംഗ്ഷൻ. എന്താ ഇതിന് പറയാ? സെൽ ജംഗ്ഷൻ. ഈ സെല്ലുകൾ തമ്മിലുള്ള ജംഗ്ഷനാണ് ഇവയെ പരസ്പരം പിടിച്ചു നിർത്തുന്നത്, ഈ ജംഗ്ഷൻസ്. ക്ലിയർ? Thus in a tissue, individual cells are held together either by matrix or by cell junctions. അതുകൊണ്ട് ഒരു ടിഷ്യൂലെ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുക ഒന്നുകിൽ മാട്രിക്സ് അല്ലെങ്കിൽ സെൽ ജംഗ്ഷൻസ്. എപ്പിത്തീലിയൽ ടിഷ്യൂല് ആരാ ഒരുമിച്ച് നിർത്തുന്നത്? ആരാ? യെസ്, സെൽ ജംഗ്ഷൻസ്. ബിക്കോസ് ഇൻ ദിസ് ദർ ഈസ് നോ മാട്രിക്സ്. ഒരു മാട്രിക്സ് ഇല്ല. സെൽ ജംഗ്ഷൻസ് ആണ് ഇൻഡിവിജ്വൽ സെൽസിനെ പരസ്പരം ഒരുമിച്ച് നിർത്തുന്നത്. Then based on the number of cell layers, epithelial tissue is divided into two. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് അവയുടെ സെൽ ലെയറുകൾ എത്ര എണ്ണം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തത് സിമ്പിൾ എപ്പിത്തീലിയം. So based on the number of cell layers, it is divided into simple epithelium and compound epithelium. The first one is simple epithelium. Simple epithelium possesses a single layer of cells. സെല്ലുകളുടെ ഒരു ലെയർ മാത്രമുള്ള എപ്പിത്തീലിയത്തിനാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയാം. സോ ദിയർ ഫങ്ഷൻ ഈസ് ലൈനിങ്. അതുകൊണ്ട് അവയുടെ ഫങ്ഷൻ ലൈനിങ് ആണ്. ദേ ലൈൻ ദി ഇന്റേണൽ കാവിറ്റീസ്, ദേ ലൈൻ ദി ഇന്നർ വാൾ ഓഫ് സ്മോൾ ഡക്സ് എക്സെട്ര. അതുകൊണ്ട് ട്യൂബുകളുടെ ഡക്റ്റുകളുടെ ഉള്ളിലെ ലൈനിങ് ആയിട്ടാണ് സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ടാവുക. ഒരു ലെയറേ ഉണ്ടാവുള്ളൂ, അത്രയും കട്ടി കുറഞ്ഞതായിരിക്കും. ക്ലിയർ? Thus, based on the type of cells present in the simple epithelium, it is divided into many. ഇനി ഒരു സിമ്പിൾ എപ്പിത്തീലിയം നമ്മൾ എടുത്തു നോക്കിയാൽ ആ സിമ്പിൾ എപ്പിത്തീലിയത്തില് എല്ലാ സെല്ലുകളും ഒരുപോലെയാവൂല. അവയുടെ സെല്ലിന്റെ ഷേപ്പിനനുസരിച്ച്, സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയത്തെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കാൻ പറ്റും. വൺ, സ്ക്വാമസ് എപ്പിത്തീലിയം. ഏതൊന്നാമത്തത്? സ്ക്വാമസ് എപ്പിത്തീലിയം. This is the epithelium with a single layer. കാരണം നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ എത്ര ലെയർ ഉണ്ടാവും? ഒരു ലെയർ. ആൻഡ് ദാറ്റ് സെൽസ് ആർ ഫ്ലാറ്റ്. സെൽസ് ആർ ഫ്ലാറ്റ് ആൻഡ് തിൻ വിത്ത് irregular boundaries. എന്താ സെല്ലുകളുടെ പ്രത്യേകത? സെൽസ് ആർ ഫ്ലാറ്റ് ആൻഡ് തിൻ വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. സെല്ലുകൾ വളരെ തിന്നായിരിക്കും, കട്ടി വളരെ കുറവായിരിക്കും. അതാണ് ഫ്ലാറ്റ്, പരന്നിട്ടായിരിക്കും. നമ്മളെ ഈ ഫ്ലോറിലൊക്കെ ഇട്ട ടൈൽസ് പോലെ ഫ്ലാറ്റാണ്, തിന്നാണ്. പക്ഷെ എന്താ രണ്ടാമത്തെ പ്രത്യേകത? ഇറഗുലർ ബൗണ്ടറീസ്. ബൗണ്ടറികൾ ഒരുപോലെയാവില്ല.
ഇങ്ങനെ വ്യത്യസ്തമായ ബൗണ്ടറികളാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു 3D വരയ്ക്കുമ്പോൾ ചിത്രം ഞാനിതിലിട്ട് തരുന്നുണ്ട്, ആ ചിത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇതിൻ്റെ ബൗണ്ടറികൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ബൗണ്ടറി വ്യത്യാസമാക്കിയിട്ട് വരയ്ക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാവും. സോ ദിസ് ഈസ് ദി സ്ക്വാമസ് എപ്പിത്തീലിയം ഫോംഡ് ഓഫ് very thin and flat cells with irregular boundaries. Then they are present in the inner duct of small blood vessels and the lung alveoli. They are present in the inner lining of small blood vessels and the lung alveoli. ഒന്ന് വളരെ ചെറിയ ബ്ലഡ് കാപ്പിലറീസ്, രണ്ടാമത് നമ്മുടെ ലങ്സിൽ കുറേ വായു അറകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവർക്കാണ് എയർ സാക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ആൽവിയോള എന്ന് പറയുക. അവയുടെ ലൈനിങ് ഇതാണ് ഇവ കാണുന്ന രണ്ട് ഏരിയകൾ. ആൻഡ് ദേ ആർ ഫോർ ഡിഫ്യൂഷൻ. അവയുടെ ഫങ്ഷൻ എന്താ? ദേ ആർ ഫോർ ഡിഫ്യൂഷൻ. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തുക്കൾ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. കാരണം അതിനാണ് അത്രയും കട്ടി കുറഞ്ഞതാക്കിയത്. ഇതാണ് ഒന്നാമത്തെ സിമ്പിൾ എപ്പിത്തീലിയം. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, അതിൽ ഒരു ലെയർ സെൽസ് ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത്, അതുകൊണ്ട് തന്നെ അവയുടെ ഫങ്ഷൻ ലൈനിങ് ആയിരിക്കും. അതിലെ ഒരു ടൈപ്പാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതിന് 3 പ്രത്യേകതകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന്, അതിലെ സെല്ലുകളുടെ പ്രത്യേകത എന്താ? തിൻ ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. രണ്ടാമത്തത്, അവ എവിടെ കാണും? എവിടെയാ കാണുക? പ്രസന്റ് ഓൺ ദി lining of small blood vessels and lung alveoli. മൂന്നാമത്തത്, അവയുടെ ഫങ്ഷൻ എന്താ? ഫങ്ഷൻ ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ. ക്ലിയർ? Then the second type of simple epithelium is called cuboidal epithelium. ഏതാ രണ്ടാമത്തത്? cuboidal epithelium or cubical epithelium. അപ്പൊ ഇതിലും നമ്മൾ 3 പോയിന്റ് പഠിക്കണം. എന്താ ഒന്നാമത്തെ പോയിന്റ്? യെസ്, ടൈപ്പ് ഓഫ് സെൽസ്. അതിലെ സെല്ലുകൾ ഏത് ടൈപ്പാണ്. ഈ പേര് തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ? സോ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ് with central small nucleus. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? യെസ്, എവിടെയാ കാണുന്നില്ലേ? And these cubical epithelium are found in the inner lining of small ducts and tubes. Inner lining of small ducts and tubes and the tubes of nephron. Nephron of kidney. So these cubical epithelium are seen in the inner lining of small ducts and small tubes. And they are also present in the kidney tubules or the tubules of nephron. നെഫ്രോണിന്റെ പാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചതാ അല്ലേ? ആ നെഫ്രോണിന്റെ ട്യൂബുകളുടെ ലൈനിങ്ങും ക്യൂബിക്കൽ എപ്പിത്തീലിയം കൊണ്ടാണ്. Then the next is their function. Their function is secretion and absorption. എന്താ അവയുടെ ഫംഗ്ഷൻ?
സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ഇപ്പൊ ഇവരെയൊക്കെ ഒരു മെയിൻ ഫംഗ്ഷൻ പറയുന്നത് ലൈനിങ് ആണ്. ആ ലൈനിങ്ങിന്റെ കൂടെ തന്നെ അവ നടത്തുന്ന ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. Thus in cubical epithelium they are doing the secretion. Secretion means releasing chemicals. Chemicals release ചെയ്യുന്നതിനാണ് secretion എന്ന് പറയുക. Absorption means taking the chemicals. Chemicals അങ്ങോട്ട് ആഗിരണം ചെയ്യുക, അതിന് absorption എന്നും പറയും. So this is the cuboidal epithelium formed of cube-like cells present in the inner lining of small ducts and tubes of glands and in the tube of nephron. They are performing the secretion and absorption. In some cases, the free surface of cuboidal epithelium possess microvilli. ഇനി ചില കേസുകളിൽ ഈ ക്യൂബിക്കൽ എപ്പിത്തീലിയത്തിന്റെ ഫ്രീ സർഫസിൽ മൈക്രോവില്ലസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ പാർട്ടും എല്ലാ എഡ്ജും ഒരേ ലെങ്ത് ഉള്ള സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതിനാണ് എന്ത് പറയാ, ക്യൂബിക്കൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയാം. ഇനി ചില ഏരിയയിൽ നമ്മൾ അതിന്റെ ഫ്രീ സർഫസ് നോക്കുകയാണെങ്കിൽ ആ സർഫസിൽ നിറച്ച് ചെറിയ മൈക്രോവില്ലസ് കാണാൻ പറ്റും, ഫ്രീ സർഫസിൽ മാത്രം. അങ്ങനെയുള്ള ക്യൂബിക്കൽ എപ്പിത്തീലിയവും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ദി തേർഡ് ഈസ് കോൾഡ് കോളുംനാർ എപ്പിത്തീലിയം. ഏതാ മൂന്നാമത്തത്? കോളുംനാർ എപ്പിത്തീലിയം. Columnar epithelium is formed of column-like cells. That is, it is formed of tall and slender cells. സെല്ലുകളുടെ പ്രത്യേകത എന്താ? നീളമുള്ള സെൽസ്, വണ്ണം കുറഞ്ഞതാണ് സ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നീളം ഉള്ള വണ്ണം കുറഞ്ഞ സെല്ലുകൾ കൊണ്ടാണ് കോളുംനാർ എപ്പിത്തീലിയം ഉണ്ടാക്കിയത്. And these cells possess nucleus at their base. മൂന്നാമത്തെ സെല്ലിന്റെ പ്രത്യേകത എന്താ? വിത്ത് ബേസൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എപ്പോഴും ആ സെല്ലുകളുടെ ബേസിലാണ് ഉണ്ടാവുക. Thus, columnar epithelium is formed of tall column-like cells or tall and slender cells with ബേസൽ ന്യൂക്ലിയസ്. ഇങ്ങനെയുള്ള നീളമുള്ള സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയത്. എല്ലാത്തിൻ്റെയും ബേസിലാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഇതിനാണ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുക. ഫോംഡ് ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് വിത്ത് ബേസൽ ന്യൂക്ലിയസ്. Then these are present in the lining of stomach and small intestine. എവിടെയാണ്? In the lining of stomach and small intestine. സ്റ്റൊമക്കിന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഉൾഭാഗത്ത് ആണ് ഉണ്ടാവുക. And these are also for secretion and absorption. ഇവയുടെ ഫംഗ്ഷൻ എന്താ? സെക്രീഷനും അബ്സോർപ്ഷനും, ലൈക്ക് cuboidal epithelium. And in columnar epithelium also we can observe the microvilli. ഇതിലും ചിലതിൽ നമുക്ക് മൈക്രോവില്ലസ് കാണാൻ പറ്റും. Thus, columnar epithelium is formed of tall and slender cells with basal nucleus. They are present in the inner wall of stomach and small intestine, and they are concerned with secretion and absorption. Clear? These are the three basic simple epithelium. But we can observe certain modification among that. Thus, based on that, there is a fourth one which is called
ciliated epithelium. Ciliated epithelium. That is, these are the columnar and cuboidal epithelium with cilia on their free margin. ഇപ്പൊ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ കോളുംനാർ എപ്പിത്തീലിയം. എന്നിട്ട് എന്താ പ്രത്യേകത? അവയുടെ ഫ്രീ സർഫസിൽ സീലിയ ഉണ്ടാവും നിറച്ചു. അതുകൊണ്ട് അവയെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. സോ ദീസ് ആർ ദി എപ്പിത്തീലിയം വിത്ത് cube like cells or column like cells with cilia on their free surface. Clear? These are present in the inner lining of bronchi and oviduct or fallopian tube. എവിടേക്കാണ്? The inner lining of our bronchi. Bronchi is a part of the respiratory tract, the tube through which air is entering into our lungs. നമ്മുടെ ലങ്സിലേക്ക് എയർ കൊണ്ടുപോകുന്ന ട്യൂബ് സിസ്റ്റം, അതിനാണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുക. ആ ട്യൂബ് സിസ്റ്റത്തിന് വ്യത്യസ്തമായ പാർട്ടുകളുണ്ട്. അതിലെ പാർട്ടിലാണ് ഒന്ന് ബ്രോങ്കൈ എന്ന് പറയുന്നത്. ഇത് ട്രക്കിയ, ആ ട്രക്കിയ ഇവിടെ വന്നാൽ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് രണ്ട് ലങ്സിലും കയറും. ലങ്സിന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും അവ ഡിവൈഡ് ചെയ്യും. ഇവർക്കാണ് ബ്രോങ്കൈ എന്ന് പറയുക, അതിന്റെ ഉൾഭാഗം. അതുപോലെ ഓവിഡക്റ്റ് ഇതെന്താ നിങ്ങൾക്ക് അറിയും അല്ലെ, ഫലോപ്പിയൻ ട്യൂബ്, അതിന്റെ ഉള്ളിലും സീലിയേറ്റഡ് എപ്പിത്തീലിയ ഉണ്ടാവും. എന്താ ഇവയുടെ ഫംഗ്ഷൻ? ദേ ട്രാൻസ്പോർട്ട് or carry particles or cells or mucus into specific directions. അവ സെൽസുകളെ പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഓവിഡക്റ്റിലൂടെ ഓവത്തെ പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരും. അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ബ്രോങ്കൈയിൽ നമ്മൾ ശ്വസിക്കുന്ന എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, അതിനെ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ മ്യൂക്കസ്, ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള കൊഴുപ്പുള്ള ദ്രാവത്തിനാണ് മ്യൂക്കസ് എന്ന് പറയുക, അതിനെ പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഇതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പൊ അവയുടെ സെല്ലുകൾ ഒന്നുകിൽ ക്യൂബ് ലൈക്ക് അല്ലെങ്കിൽ കോളം ലൈക്ക് സെൽസ് ആയിരിക്കും. പ്രത്യേകത എന്താ? ഫ്രീ മാർജിനിൽ സീലിയ ഉണ്ടാവും. അതുകൊണ്ട് അവയുടെ ഫംഗ്ഷനും മാറി, അവയുടെ പൊസിഷനും മാറി. ക്ലിയർ? Then there is a fifth one, and this is based on its function, and it is the glandular epithelium. Glandular epithelium, or they are simply called glands. ഗ്ലാൻഡുകൾ എന്ന് പറയുന്നതും എപ്പിത്തീലിയാണ്, ഓർത്തിരിക്കാതെ. So liver is a gland and so it is an epithelium. So these are the epithelium specialized for secretion. Secretion എന്ന് പറയുന്ന ഫംഗ്ഷൻ നടത്താൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയ എപ്പിത്തീലിയത്തിനാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുക. So these are specialized for secretion or production of chemicals. Then based on the number of cells, glandular epithelium is divided into two. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിലെ സെല്ലുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് യൂണിസെല്ലുലാർ ഗ്ലാൻഡ്. എത്ര സെല്ലുണ്ടാവും? യെസ്, 1. സോ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ് വിത്ത്
single cell. An example for unicellular epithelium or unicellular gland is goblet cells. Remember this example. Goblet cells present in the elementary canal. Elementary canal in the wall കാണുന്ന goblet cells. This is an example for unicellular gland. Then second is multicellular gland. Multicellular glands are with many cells. ഒരുപാട് സെല്ലുകൾ ചേർന്നുണ്ടാവുന്ന ഗ്ലാൻഡിനാണ് മൾട്ടിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയാ. There are many examples like salivary glands. ഒരു എക്സാമ്പിൾ ആണ് salivary gland. Another example is liver. നിങ്ങൾ പഠിക്കുന്ന ഗ്ലാൻഡുകളൊക്കെ എന്തായിരിക്കും? മൾട്ടിസെല്ലുലാർ ഗ്ലാൻഡുകളായിരിക്കും. Then based on the mode of secretion, this glandular epithelium is divided into two. ഇനി ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം അല്ലെങ്കിൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ എങ്ങനെ റിലീസ് ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തെ അല്ലെങ്കിൽ ഗ്ലാൻഡുകളെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തു. ദേ ആർ ദി exocrine glands and endocrine glands. ഏതാണ് ആ രണ്ട് ഡിവിഷൻ? exocrine and endocrine. Exocrine glands produce the secretions and they are releasing that secretion through ducts. So they are also called ducted glands. എന്താ അവരുടെ പ്രത്യേകത? They produce the chemicals and that chemicals are released into the target area through ducts. അവ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിന്റെ ടാർജറ്റ് ഏരിയയിലേക്ക് എവിടെയാണ് അത് ആവശ്യം അവിടേക്ക് അത് കുഴലിലൂടെ കൊണ്ടുപോകും. അങ്ങനെ കുഴലുകളുള്ള ഗ്ലാൻസിനാണ് എക്സോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ഡക്റ്റഡ് ഗ്ലാൻസ് എന്ന് പറയും. These exocrine glands produce many secretions like mucus, then digestive enzymes, then tears, then earwax, then sweat, etc. നമ്മുടെ ബോഡിയിലെ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക exocrine glands ആണ്. Then what is endocrine glands? These are the glands which produce the secretions and that secretions are discharged directly into the blood because they have no ducts for transporting the chemical into the target area. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് അവയുടെ ടാർജറ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്യൂബുകളില്ല. അതുകൊണ്ട് അവ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യും, റിലീസ് ചെയ്യും. ബ്ലഡിലൂടെയാണ് അവ ടാർജറ്റ് ടിഷ്യൂവിൽ എത്തിച്ചേരുക. അപ്പൊ അവർക്ക് എന്തില്ല? കുഴലുകളില്ല. അതുകൊണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ത് പറയും? ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. എന്താ പറയാ? ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. ആൻഡ് their secretion is called, എന്താണ് അവരുടെ സെക്രീഷൻ പറയാ? നിങ്ങളിത് പഠിച്ചതാണല്ലോ, കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചതായി. എന്താ പറയാ? യെസ്, ഹോർമോൺസ്. ദി സെക്രീഷൻസ് ഓഫ് endocrine glands are called hormones. So this is about the specialized epithelium for secretion known as glandular epithelium or glands. They may be unicellular like goblet cells or multicellular like salivary glands. They may be exocrine glands or ducted glands for producing mucus, digestive enzymes, tears, earwax, sweat, etc., saliva, etc., or
endocrine glands without ducts producing the hormones like pituitary, pineal, etc. അപ്പോൾ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പറഞ്ഞാൽ സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് നിങ്ങൾ പഠിച്ചതൊക്കെ, ലിവർ, ഇതൊക്കെ എക്സോക്രൈൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ് എക്സാമ്പിൾ തൈറോയിഡ്, പിറ്റ്യൂട്ടറി, പീനിയൽ, എക്സെട്ര. So this is about the simple epithelium. ഇപ്പൊ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ അവയുടെ സെല്ലിന്റെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളുംനാർ, പിന്നെ അതിലുള്ള വേറെ ഒരു സ്ട്രക്ചർ സീലിയ, അതിന്റെ അടിസ്ഥാനത്തിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം, പിന്നെ അവയുടെ മെയിൻ ഫങ്ഷൻ സെക്രീഷൻ ആയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ആ ഗ്ലാൻഡുകളെ 4 ഡിവിഷൻസ്. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇവ എവിടെയാണ് കാണുക, എന്താണ് ഫങ്ഷൻ, എന്താണ് അവയുടെ പ്രത്യേകത എന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ചിത്രമുണ്ട്, ആ ചിത്രം നോക്കിയിട്ട് ഏത് എപ്പിത്തീലിയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലിയർ? ഓക്കെ. Then what is the next one? The second epithelium is compound epithelium. Compound epithelium. എന്താ പ്രത്യേകത? They are multi-layered. The epithelium with 2 or more cell layers is called compound epithelium. And so their function is covering. Their function is covering. So compound epitheliums are multi-layered epithelium for covering the body surface, the wet surface of buccal cavity, pharynx, etc., and the large ducts of salivary glands and pancreas, and they also protect the other tissue. So compound epithelium is for covering and protection of the body part, the soft body parts. And these compound epitheliums are generally present on the dry body surface. എവിടെയാണ്? ബോഡി സർഫസിൽ, the surface of our skin, the dry covering of our skin is the compound epithelium. Then the inner wet surface, moist surface of buccal cavity, then pharynx, അതേപോലെ നമ്മുടെ ബക്കൽ കാവിറ്റി, അതിന് താഴെയുള്ള ഫാരിങ്സ്, ആ പാർട്ടിൻ്റെയും കവറിങ് മൾട്ടി ലെയേർഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയ. ആൻഡ് ദി ലാർജ് ഡെക്സ്, പിന്നെ എവിടെയാ? ലാർജ് ഡെക്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ അതേപോലെ സലൈവറി ഗ്ലാൻഡിന്റെ ഒക്കെ വലിയ ഡക്റ്റുകളുടെ ഭാഗവും ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. സോ ദിസ് ഇസ് അബൌട്ട് ദി കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇറ്റ് ഈസ് മൾട്ടി ലെയേർഡ് ആൻഡ് സോ ഇറ്റ് ഈസ് മെയിൻലി ഫോർ കവറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി അണ്ടർലൈയിങ് സോഫ്റ്റ് ടിഷ്യൂസ്, ആൻഡ് ദേ ആർ പ്രസന്റ് ഇൻ ദി body surface, wet surface of buccal cavity, pharynx, and large ducts of salivary glands and pancreas. So this is about the first tissue, the epithelial tissue or epithelium. Clear? In a tissue, individual cells are held together either by matrix or cell junctions. So if we are examining these cell junctions, we can observe 3 types. ഒരു ടിഷ്യൂവില് സെല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തും. ഒന്നുകിൽ ആ സെല്ലിൻ്റെ ഇടയിലുള്ള
സിമെൻറ്റിങ് സബ്സ്റ്റൻസ് ആയ മാട്രിക്സ്. അല്ലെങ്കിൽ സെല്ലുകൾ പരസ്പരം ഒട്ടി നിൽക്കുന്ന ജംഗ്ഷൻസ്, അതിനാണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറയാം. എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ ഏതാ? സെൽ ജംഗ്ഷൻസ്. സോ ഇൻ എ ടിഷ്യൂ individual cells are held together either by cell junctions or by matrix. മൂന്ന് തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. There are 3 types of cell junctions. One is tight junction. Tight cell junction. Tight junctions are the cell junctions in which the cells are very compactly placed without allowing leakage. ഒരു ലീക്കേജും അനുവദിക്കാതെ സെല്ലുകൾ വളരെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത സെൽ ജംഗ്ഷൻസിനാണ് ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറയുക. സോ ടൈറ്റ് ജംഗ്ഷൻസ് ആർ ദി ജംഗ്ഷൻസ് വിച്ച് not allow the leakage of the substances between the epithelium or between the tissues. രണ്ട് ടിഷ്യൂകളെ അല്ലെങ്കിൽ പാർട്ടിനെ വ്യക്തമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂവിലാണ് ടൈറ്റ് ജംഗ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ. ദെൻ സെക്കൻഡ് ഈസ് അഡ്ഹറിങ് ജംഗ്ഷൻ. Adhering junctions. These are the cell junctions for holding the individual cells in the tissue. ഒരു ടിഷ്യൂവിലെ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന ജോലി മാത്രം നിർവഹിക്കുന്ന സെൽ ജംഗ്ഷൻസിനാണ് അഡ്ഹറിങ് ജംഗ്ഷൻസ് എന്ന് പറയുക. ഹെൽപ്പ് ടു ഹോൾഡ് ദി സെൽസ് ടുഗെദർ. ആൻഡ് തേർഡ് ഈസ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. Gap junctions are the cell junctions in which leakage is allowed to communicate between the separated tissues. രണ്ട് ടിഷ്യൂവിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻസ് അനുവദിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ടിഷ്യൂവിനാണ്, അങ്ങനെയുള്ള ടിഷ്യൂവിലെ ജംഗ്ഷൻസിനാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ മൂന്നും അറിഞ്ഞിരിക്കുക. ടൈറ്റ് ജംഗ്ഷൻസ്, cells are tightly packed without allowing leakage. Adhering junctions for the holding of individual cells together. And gap junctions in which the cells are loosely packed, allowing the leakage for the communication between the tissues. So these are the 3 cell junctions may be asked for examination. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 3 തരം സെൽ ജംഗ്ഷൻസ്: ടൈറ്റ്, അഡ്ഹറിങ് ആൻഡ് ഗ്യാപ്പ്. പേര് തന്നെ അറിയാം, ടൈറ്റ്, അഡ്ഹറിങ്, അഡ്ഹർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഹോൾഡ് ചെയ്യുക മാത്രം. ഗ്യാപ്പ്, ഗ്യാപ്പ് ഉണ്ടാവും. സോ ദിസ് ഈസ് ദി 3 types of cell junctions. Okay, thank you.